ഗം ഗണപതിയേ നമഃ. യാ ദേവി സർവഭൂതേഷു തുഷ്ടിരൂപേണ സംസ്ഥിത. നമസ്തസ്യൈ 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 നമോ നമഃ. നമസ്കാരം. കണ്ണൂർ വിഷൻ ജ്യോതിഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയ അധ്യായം ആരംഭിക്കുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഡേറ്റും സമയവും എടുത്തു വെക്കുക. ഇന്ന് ദേവിയുടെ തുഷ്ടിയെക്കുറിച്ചാണ് പറയുന്നത്. യാ ദേവി സർവഭൂതേഷു തുഷ്ടിരൂപേണ സംസ്ഥിത. അതിലേക്ക് പോയി എന്നാണ് മനുഷ്യനായാൽ എന്തെങ്കിലും രൂപത്തിലുള്ള ഒരു തുഷ്ടി വേണം. നമുക്ക് എന്താണ് പറയുക, തുഷ്ടി എന്നുള്ള വാക്കിന് എന്താ, തൃപ്തിയോടുകൂടിയ ഒരു സന്തോഷം, അങ്ങനെ നമുക്ക് പറയാം അർത്ഥം. ചില ആൾക്കാർക്ക് അത് ഒരു കാര്യത്തിലും കിട്ടില്ല. സത്യം പറഞ്ഞാൽ നമ്മളത് കണ്ടെത്തേണ്ട സാധനം തന്നെയാണ്. കാരണം ഒന്നിൽ കിട്ടുമല്ലോ. ചില ആൾക്കാർക്ക് ഭക്ഷണത്തിലൊക്കെ കിട്ടിപ്പോയാൽ ബുദ്ധിമുട്ടി പോകും. അങ്ങനെയായിരുന്നല്ലോ. തീറ്റ തപ്പയിനെ പോലെ തുഷ്ടി കിട്ടുന്നത് ഭക്ഷണത്തിൽ മാത്രമാണെങ്കിൽ രോഗം പിടിച്ച് മരിച്ചു പോകില്ലേ. ഓരോ ആൾക്കാർക്കും ഓരോ തരത്തിലാണ്. അത് മദ്യത്തിൽ കണ്ട് പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കരൾ അടിച്ചിട്ട് ചത്തുപോകും. അല്ല, വല്ലപ്പോഴും ഒരു മദ്യം കഴിക്കുന്നതും സ്ഥിരമായിട്ട് കുപ്പിക്കണക്കിന് കുടിക്കുന്ന ആളില്ലേ, അവർക്ക് അതിൽ മാത്രമാണ് തുഷ്ടി. വേറെ ഒരു കാര്യത്തിലും അവർക്ക് ഉണ്ടാവില്ല. ജോലിക്ക് പോകണമെന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവർക്ക് ചെയ്യണമെന്നില്ല. ചില ആൾ വെറും റീൽസ് ഇടുന്നതിൽ മാത്രം ഇത് കണ്ടെത്തുന്ന ആളുണ്ട്. അതും വലിയൊരു അബദ്ധം ചെയ്യില്ലേ. കാരണം ജീവിതത്തിൽ റീൽസ് ഇട്ടാലും കുറച്ച് കാശൊക്കെ കിട്ടില്ലെന്നല്ല, അങ്ങനെ അതിനെക്കൊണ്ട് കാശ് മേടിക്കുന്നവരും ഉണ്ട്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിന് മാത്രം വേറെ ഒരു ജോലിക്കും പോകാതെ കേരളത്തിലും മറ്റ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിലെമ്പാടുമായിട്ട് ആയിരക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ ഈ ഒരൊറ്റൊരു പണി മാത്രം വേറെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊരു നേരം വെളുത്താൽ ഇങ്ങനെ ഒരു പുതിയ കണ്ടന്റ് എങ്ങനെ കണ്ടെത്താം, അതെങ്ങനെ ഒരു റീലാക്കി മാറ്റാം, ഇത് മാത്രമാണ്. ജീവിതത്തിൽ നിന്ന് തന്നെ അവർ പുറത്തായി പോകും. ചിലപ്പോൾ അവരറിയുന്നില്ല അതിൻ്റെ. ഏതൊരു കാര്യവും പരിധി വിട്ടു പോയാൽ ആ വ്യക്തിക്ക് അത് നിമിത്തം പലതരത്തിലുള്ള ദോഷവും വരും. ഇപ്പം ഞാൻ തന്നെ ദേവിയെ പൂജിക്കുന്നതിൽ തുഷ്ടി കണ്ടെത്തുന്ന ആളാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാനത് ചില സമയം 2-3 മണിക്കൂർ, അതിലപ്പുറം അതിനു വേണ്ടി മാറ്റി വെക്കുന്നില്ല. മൊത്തം ഇതിനു വേണ്ടി മാറ്റി വെച്ചാലോ അത് പോയില്ലേ. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. പൂജാമുറി കയറി വാതിലടിച്ച പിന്നെ തുറക്കുകയില്ല. ഇതിനിടെ ഒരാളുടെ ഭാര്യ എന്നോട് പറഞ്ഞതാണ്, എൻ്റെ ഭർത്താവ് തുറക്കില്ല, വാതിൽ തുറക്കില്ല, ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട, ഒരേ പൂജ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പൂജ ചെയ്താൽ പിന്നെ ഒരു കോളുണ്ട്. ഹലോ 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 എവിടുന്നാണ് വിളിക്കുന്നത്? നമ്പർ പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 1993 ഒക്ടോബർ 15 രാവിലെ 11:30. ചിത്തിര നക്ഷത്രം. ചിത്തിര നക്ഷത്രം. മോന്റെ കാര്യം അറിയണ്ടിട്ടാണ്, മോന്റെ ജോലിന്റെ ശരി കാര്യമെല്ലാം അറിയാന്.
ഇപ്പം നടക്കുന്നത് അയാൾക്ക് വ്യാഴദശയാണല്ലോ, അപ്പം മോശമൊന്നും കാണുന്നില്ലല്ലോ. നാട് വിട്ട് നിൽക്കുന്നുണ്ടോ? ഇല്ല, നാട്ടിൽ തന്നെ ഉള്ളത്. പോണ്ട വട്ടെല്ലാം ഉണ്ട്, ആ, ഒന്നും ആയില്ല. അതാവും, ഇപ്പം തന്നെ ആവുമെന്നാണ് കാണുന്നത്. എന്താണ് തടസ്സമുള്ളത്? എന്താണ് പ്രശ്നം? ഇപ്പോൾ അവൻ അതിനുവേണ്ടി ശ്രമിച്ചിട്ട് എത്ര കാലമായി? പുറത്തു പോകാൻ ശ്രമിച്ചത് ഇപ്പാണ്, പക്ഷെ ജോലിക്ക് കുറെ ആയി ശ്രമിക്കുന്നു, പക്ഷെ അങ്ങനെ ഒന്നും ഒരു സ്ഥിരമായിട്ട് കിട്ടിയില്ല. അതെ, ഞാൻ പറയുന്നത് ഈ നവംബറിന് ശേഷമാണ് അയാളുടെ സമയത്തിൻ്റെ തെളിച്ചം വന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും അയാളിപ്പോൾ ഉയർന്നു വരും, അതാണ് ഞാൻ പറയുന്നത്. പിന്നെ ഇയാൾക്ക് കുറച്ചൊരു അലസതയുണ്ട്, അത് മാറ്റണം. അത് എന്നാ വേണ്ടെന്ന ഒരു തീരുമാനം, അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുള്ള അതൊരു കുഴപ്പമുണ്ട് അയാൾക്ക്. അതയാളുടെ ഒരു പരിമിതിയാണ്. അയാൾക്ക് മറ്റുള്ളവരുടെ സപ്പോർട്ട് വേണം, അല്ലാതെ അയാൾക്ക് സ്വന്തം നിലയിൽ തീരുമാനം എടുക്കും. അയാളുടെ കുഴപ്പമാണ് തന്നെയാണത്. പക്ഷെ സമയം അനുകൂലമാണ്. വ്യാഴദശയിൽ ഇപ്പോൾ നടക്കുന്നത് ശുക്രാപഹാരമാണ്. സ്വാഭാവികമായിട്ടും കാര്യങ്ങൾ അയാൾക്ക് അനുകൂലമായിട്ട് വരേണ്ടതാണ്. പക്ഷെ അയാൾക്ക് ഇത്രയും പ്രായമായിട്ട് 32 വയസ്സായിട്ടും ഒരു ദൃഢമായ തീരുമാനങ്ങൾ, കോൺക്രീറ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കേണ്ട സമയത്ത് അയാൾ പാളിപ്പോകുന്നു. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അയാൾക്കൊരു തീരുമാനത്തിലെത്താൻ കഴിയുന്നില്ല. അത് ചന്ദ്രബലം കുറഞ്ഞ വ്യക്തിക്കുണ്ടാവുന്ന പ്രശ്നമാണത്. ഇവിടെ ജാതകത്തിൽ സൂര്യചന്ദ്ര യോഗമുണ്ട്. അത്തരം വ്യക്തികൾക്ക് ആ ഒരു പ്രയാസം ഉണ്ടാവും. അതിനെ മറികടക്കാനാണ് ദേവി ആരാധന സഹായിക്കുമെന്നാണ് എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിലൂടെ ഞാൻ പറയുന്നത്. പക്ഷെ അതൊന്നും ഇപ്പോൾ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. എന്ത് ദേവി ഏത് വിശ്വാസം ഉണ്ടെങ്കിൽ അതിന് വേണം എന്താ വേണ്ടത് വെച്ചാൽ പറഞ്ഞു കൊടുക്കാൻ ചെയ്യിക്കാം. അതൊക്കെ നമുക്ക് അതിൽ നിന്ന് അയാളെ മറികടക്കണം, സഹായിക്കാം പറ്റും എനിക്ക്. അപ്പോൾ അതൊക്കെ അങ്ങനെ താല്പര്യമുണ്ട് നിങ്ങൾ അയാളോട് പറയൂ, എന്നെ വന്ന് കാണാൻ പറയൂ. ഇതൊക്കെ ഒരു ജീവിതം തന്നെ ഒരു പരീക്ഷണമല്ലേ. നമ്മൾ ഇതിപ്പോൾ ജാതകത്തിൽ ഇങ്ങനെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ മറികടക്കാൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കണ്ടേ. ഇയാൾ നിശ്ചയമായിട്ടും നിങ്ങളുടെ മകൻ്റെ ജാതകം നല്ല ജാതകം തന്നെയാണ്, ഉയർന്നു വരേണ്ടവൻ്റെ ജാതകമാണ്, ഉയർന്നു വരുമെന്ന് തന്നെയാണ് കാണുന്നതും. പക്ഷേ ഈ എന്താ പറയുക, സ്വയം തീരുമാനമെടുക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. അതെ, ഇയാളിപ്പോൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇയാൾ വിജയിക്കും ഉറപ്പായിട്ടും. അതേപോലെ ഇയാൾ കച്ചവടം തുടങ്ങിയാൽ വിജയിക്കും. പക്ഷെ അതിനൊക്കെ വേണ്ടത് മാനസിക ധൈര്യമല്ലേ. അപ്പോൾ ആ മാനസിക ധൈര്യത്തിൻ്റെ പ്രശ്നം ഇവിടെ ഉണ്ട്. അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ അയാളുമായിട്ട് എന്നെ ബന്ധപ്പെടാൻ പറയൂ. ഓക്കെ, നിങ്ങളെ മമ്പുറത്തു നിന്നൊക്കെ 100 കണക്കിന് ആൾ വന്ന് എന്നെ കാണാറുണ്ട്, പരിഹാരം ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അമ്മയും മോനും കൂടി ഒരു ദിവസം വിളിച്ചിട്ട് വരൂ. ഓക്കെ ഓക്കെ. ഞാൻ പറഞ്ഞത് ഇതാണ്, ഏതൊരു കാര്യത്തിലും വ്യക്തി ഈ തുഷ്ടി എന്ന് പറയുന്നത് നമ്മൾ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണ്. അത് എന്ന് വെച്ചിട്ട് ആ കാര്യത്തിൽ തന്നെ നമ്മൾ ആമഗ്നരായാൽ അല്ലെങ്കിൽ മുങ്ങിപ്പോയാൽ നമുക്ക് അത് തിരിച്ചടിക്കും കാരണമാവും. ഏത് കാര്യം അമിതമായാൽ അമൃതും വിഷമെന്നല്ലേ. എന്തൊരു കാര്യവും ഇവിടെ ദേവീമാഹാത്മ്യത്തിൽ അത് തുഷ്ടിയായിട്ട് നമ്മളിൽ ഇരിക്കുന്നത്. ചിലയാൾക്ക് എന്തിലും തൃപ്തി കിട്ടില്ലല്ലോ. അത് ചില മനുഷ്യരുടെ കുഴപ്പം അത് കണ്ടിട്ടില്ലേ. അവർക്കൊന്നിലും അവരിങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഒന്നിലും ഒരു ജോലി ചെയ്യുമ്പോൾ ഉടനെ അത് വിട്ടിട്ട് വേറൊരു ജോലിയിലേക്ക് ഓടി, ഒരു ജോലിയിൽ സ്ഥിരമായിട്ട് നിൽക്കില്ല.
അതിൽ അയാൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പോൾ അടുത്ത സ്ഥലത്ത് പോയി, അവിടെ ബോസുമായിട്ട് യോജിക്കുന്നില്ല. അവിടുന്ന് ബോസ് ശരിയാവാത്തത് കൊണ്ട് അവിടുന്ന് വിട്ടു. അടുത്ത സ്ഥലത്ത് ചെന്ന് നോക്കുമ്പോൾ ശമ്പളം കുറവ്. ഇങ്ങനെ ഇവനിങ്ങനെ ഓട്ടമാണ്. അങ്ങനെയുള്ള എത്രയോ വ്യക്തികളെ നമുക്ക് ചുറ്റിലും നമുക്ക് കാണാൻ പറ്റും. എനിക്കൊക്കെ എന്തെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആളുകളെ പരിചയപ്പെടാൻ സാഹചര്യം കിട്ടിയല്ലോ. അപ്പോൾ അത് ഓരോരുത്തൻ്റെ ആക്രാന്തമൊക്കെ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സാമ്പത്തിക ഉന്നതിയെല്ലാം ഒരു പ്രത്യേക സമയത്ത് മാത്രം നമുക്ക് കിട്ടുന്നതല്ലേ. അത് തന്നെ വിചാരിച്ചുകൊണ്ട് ചെറുപ്പത്തിലെ ഓടിയിട്ടൊന്നും കാര്യമില്ല. അതൊരു പ്രത്യേക ഘട്ടത്തിൽ അങ്ങനെ ജാതകത്തിലൊക്കെ ജനിച്ച സമയത്തിനും ഗുണമൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ എത്തിച്ചേരുകയാണ് നമ്മൾ ചെയ്യുക. അത് ഞാൻ പഠിച്ച ജീവിതം കൊണ്ട് ഞാൻ പറയുന്നതാണ്. നമ്മൾ കൂട്ടിയാൽ കൂടുന്ന കാര്യമൊന്നും അല്ല അത്. സമ്പത്തൊക്കെ ചിലർക്കങ്ങ് വരേണ്ട സമയത്ത് അങ്ങോട്ട് ഒഴുകി വരികയാണ് ചെയ്യുക. അത് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കില്ല, ആർക്കും വിശ്വാസം വരില്ല. പക്ഷേ അതാണ് സത്യം, യാഥാർത്ഥ്യം അതാണ്. ഇപ്പം നമ്മളെ ഗൾഫിൽ പോയ മുഹമ്മദ് അലി ഭയങ്കര കോടീശ്വരനായി, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗൾഫിൽ പോയ എത്രയോ ആൾക്കാരില്ലേ. 50 കൊല്ലമായിട്ട് ഒരു ഗതിയും പിടിക്കാൻ. ഇതിനിടെ ഒരാൾ എന്നെ കാണാൻ വന്നിരുന്നു. 38 കൊല്ലം അവിടെ നിന്നു, ഒന്നും സമ്പാദിച്ചിട്ടില്ല. ഒരു കോളുണ്ട്, ശേഷം ഇതിലേക്ക് വരാം. ഹലോ 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 ഹലോ. ഇങ്ങനെ ഹലോ ഹലോ എന്ന് പറഞ്ഞതന്നെ പറയണ്ട, പറയൂ. എവിടുന്നാണ് വിളിക്കുന്നത്? ചാലേനെ പറയിപ്പിക്കണ്ട, അല്ല ഒരു തവണ മതി. ശരി, പറഞ്ഞോളൂ, ഡേറ്റ് പറയൂ. 1994 ഡിസംബർ 23. സമയം രാവിലെ 7:08. ആരുടേതാണ്? ആണിൻ്റെ ആണോ പെണ്ണിൻ്റെ ആണെന്ന് പറയൂ. ആണിന്റെ ആണ്. കല്യാണ നിങ്ങളുടെ ആരാണ്? മകനാണ്. മകൻ. കല്യാണത്തിന്റെ അറിയാനേനും കല്യാണം നോക്കിയിട്ട് ശരിയായില്ല. അതിപ്പോ നിങ്ങളെ മകന് മാത്രമല്ലോ, ആർക്കും ശരിയാകുന്നില്ലല്ലോ. പിന്നെ പറഞ്ഞിട്ടെന്താ കാര്യം? അതിനിപ്പോ ഇനി ജ്യോതിഷം നോക്കേണ്ട കാര്യമില്ല. ആർക്കും ശരിയാകുന്നില്ല, പിന്നെ ആ കാര്യം വിട്ടേക്കാന്നില്ല. ഇനി ജ്യോതിഷിക്ക് അവിടെ റോളില്ലല്ലോ. ഇതിപ്പോ ഒരാൾക്കും ശരിയാകുന്നില്ല എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അതിൽ ജ്യോതിഷത്തിന് എന്താണ് റോളുള്ളതെന്ന് എനിക്കറിയില്ല. ഇവിടെ ജാതകപ്രകാരം മറ്റൊരു ഫലമുള്ളത്, ജ്യോതിഷ സിദ്ധാന്തപ്രകാരം ശുദ്ധ ജാതകമാണെങ്കിൽ അത് കല്യാണത്തിന് തടസ്സമുണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇയാൾക്ക് വലിയ അങ്ങനെ ഒരു കല്യാണം കഴിച്ചേ പറ്റൂ എന്നുള്ള വിചാരവും ഉണ്ടാവില്ല എന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് അമ്മക്കാണ് തിരക്ക്, മകൻ അത്ര വലിയ തിരക്കൊന്നും ഇല്ല. കിട്ടിയാ കഴിക്കാം, പോകുന്നല്ലോ. ശരി, ആയിക്കോട്ടെ. അല്ല, ഇപ്പോഴത്തെ ചെറുപ്പക്കാരെല്ലാം സ്വന്തമായിട്ട് കണ്ടെത്തുകയല്ലേ, അതിനൊന്നും ഇയാൾ നിൽക്കുന്നില്ലല്ലോ. ഇല്ല ഇല്ല, അതാണ് ഞാൻ പറഞ്ഞതിന്റെ ഒരു ഇന്നർ മീനിങ് അങ്ങനെയും ഉണ്ട്. സമർത്ഥന്മാരെല്ലാം പെണ്ണിനെ സ്വന്തമായിട്ട് കണ്ടെത്തുകയാണ്. അത് നിങ്ങളുടെ മകന് കുറച്ചൊരു വാസന കുറവുണ്ട് അതിൽ, അതാണ് പ്രശ്നം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ ചാലക്കാരിക്ക്? അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ കാണുന്നുണ്ട്. അത് വലിയ കുഴപ്പമായി പോയി. ഇനിയിപ്പോൾ എന്ത് പറയാനാ? ഏതായാലും ഇപ്പം നടക്കുന്നത് ബുധൻ്റെ ദശയാണ്. ആ ബുധൻ്റെ ദശയിൽ ഇനി വരാനുള്ള ചന്ദ്രാപഹാരം 22-ാം തീയതി മുതൽ തുടങ്ങുന്നുണ്ട്. അങ്ങനെ ആ 22-ാം തീയതിക്ക് ശേഷം ഒന്ന് ഉത്സാഹിച്ച് നോക്കാൻ പറയൂ. എങ്ങനെയെങ്കിലും നടന്നു കിട്ടാൻ ഞാനും പ്രാർത്ഥിക്കാം. ദേവി രക്ഷിക്കട്ടെ. ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ എന്താണ് ഈ തുഷ്ടി പറയുമ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ അതിലും ഒരു തുഷ്ടി വേണ്ടേ? ഏതെങ്കിലും ഒരു പെണ്ണിനെ വളച്ചെടുക്കാനുള്ള
അതിലൊരു ആനന്ദം കണ്ടെത്താൻ കഴിയണ്ടേ? അതൊരു തുഷ്ടിയല്ലേ? ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഒന്ന് കീരിയൊക്കെ പാമ്പിനെ വളക്കുന്ന പോലെ വളച്ചിട്ട് അങ്ങനെ വളക്കാനൊരു പെൺകുട്ടിയെ വളക്കാനാവുന്നില്ലെങ്കിൽ പിന്നെ അതും ഒരു കുഴപ്പം തന്നെയല്ലേ? കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ട് ചിന്തകൾ മാറ്റുകയും ആ ഒഴുക്കിന് കണക്കായിട്ട് ഒഴുക്കിന് അനുകൂലമായിട്ട് കളിച്ചോളുക എന്നല്ലാതെ ഒഴുക്കിന് എതിരെ കളിക്കാൻ എല്ലാവർക്കും കഴിയില്ലല്ലോ. അത് മറ്റൊരു കേസ്. അപൂർവ ആൾക്കാരുണ്ടാവും അങ്ങനെയും ഒഴുക്കിന് എതിരെ പിടിക്കുന്നവർ. 90% ഒഴുക്കിന് അനുകൂലമായിട്ട് അങ്ങനെ കളിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളുടെ മൈൻഡ് സെറ്റ് മാറിയെന്ന് ഞാൻ പലതവണ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഏത് റൂട്ടിലാണ് എന്തായാലും ഏതൊരു മനുഷ്യന്, ഏതൊരു ജീവജാലം, പൂച്ചക്കും പട്ടിക്കും ഒക്കെ പങ്കാളി വേണമല്ലോ. പങ്കാളി ഒരു അനിവാര്യതയല്ലേ, ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു സംഗതിയല്ലേ. ഗാന്ധിജിയോട് പണ്ട് പോലീസ് കമ്മീഷണർ പറഞ്ഞ പോലെ ബയോളജിക്കൽ നെസസിറ്റി അല്ലേ അത് നമുക്കങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിനെ നേരാൻ വഴി കിട്ടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അതിൽ തുഷ്ടി കണ്ടിട്ട് ആ വഴി നോക്കേണ്ടി വരും, സഞ്ചരിക്കേണ്ടി വരും മനുഷ്യർ. അത്രയേ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥമുള്ളൂ. എല്ലാം തുഷ്ടിക്ക് വേണ്ടിയാണല്ലോ. ഇനി അത് തുഷ്ടിയായിട്ട് വരുന്നില്ലേ പിന്നെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ അതിന് നിൽക്കാതിരിക്കുകയാണ് നല്ലത്. വെറുതെ ഒരു പെണ്ണിനെയും കൂടി പിന്നെ മാനസികമായി പ്രയാസപ്പെടുത്തുന്നുണ്ടല്ലോ. ഒരു കോൾ ഉണ്ട്. ഹലോ 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 എവിടുന്നാണ് വിളിക്കുന്നത്? ഇരിട്ടി. പറയൂ, ഡേറ്റ് പറയൂ. 6/7/2001 അല്ലേ? 7:12 PM. ഏഴ് 12 PM. ആരുടേതാണെന്ന് പറയൂ. മകനാണോ മകളാണോ? ഉത്രാട നക്ഷത്രം. മകള് ഉത്രാട നക്ഷത്രം. എന്താണ് മകളെ കുറിച്ച് അറിയേണ്ട വിഷയം? ജോലി, കല്യാണം. കല്യാണത്തിന് എന്താണ് ഇവിടെ ഒരു തടസ്സവും ഇല്ലല്ലോ. ഇവളിപ്പം തയ്യാറായോ കല്യാണത്തിന്? ഓ, അങ്ങനെ അതല്ല ഞാൻ ചോദിച്ച, അവളിപ്പം കല്യാണത്തിന് തയ്യാറാണെന്ന് പറയുന്നുണ്ടോ? പിന്നെ അതല്ലേ ഞാൻ ചോദിച്ചത്. അതല്ലേ ഞാൻ ഇപ്പം പെൺകുട്ടികളെ കൊണ്ട് പറയുന്നത്. ഇപ്പം പറഞ്ഞ നാവ് വെച്ചിട്ടല്ലേ ഉള്ളൂ. അതിനിപ്പം നിങ്ങളുടെ മകള് അതിന് തയ്യാറല്ലാത്തോളം ഇപ്പം കല്യാണത്തിന് ഏറ്റവും ഉത്തമ സമയമാണ്. 27 8-ാം മാസം വരെ ഉണ്ട്. പക്ഷെ അവള് സമ്മതം വേണ്ടേ? ജോലിയിലും ഇപ്പൊ ഉയർച്ച വരും. അതൊക്കെ അവരുടെ ഏത് മേഖലയിലാണ് ഈ കുട്ടി ഉള്ളത്? അതൊക്കെ അവര് ബാംഗ്ലൂരാണോ ഉള്ളത്? അവിടെ അതിനുള്ള പുതിയ ഏതൊക്കെ ഉള്ളതെന്നൊക്കെ ഇപ്പോൾ അവർ നോക്കി ചെയ്യട്ടെ. ഇപ്പം സമയം അനുകൂലമായിരിക്കുന്നു. അത് അവളോട് ഞാൻ പറഞ്ഞു. അല്ല, ഒരു മാറ്റത്തിനുള്ള സമയം കൂടിയാണിത്. ഒരു പുരോഗതിക്കുള്ള സമയമായി കഴിഞ്ഞു. അതോടുകൂടി കല്യാണവും നടത്താൻ പറയൂ. ഇപ്പം തന്നെയാണ് കല്യാണവും വേണ്ടത്.
നാട്ടിലേക്ക് വന്നാൽ നാട്ടില് ഇത് ചെയ്യാവോ ജോലി? അതാ അല്ല, ജോലി സംബന്ധമായിട്ട് അവിടെ തന്നെ വേണ്ടേ? അവിടെ തന്നെയാണ് നല്ലത്. പിന്നെ ഉത്രാടത്തിന് പുറത്തേക്കല്ലേ കൂടുതൽ നല്ലത്. ഇവിടെ വിവാഹം കൊണ്ട് വലിയ ഉയർച്ചയുണ്ടാവും എന്നാണ് കാണുന്നത്. നല്ല ബുദ്ധിയുള്ള ഒരു പണ്ഡിതനായ ഒരുത്തനെ കല്യാണം കഴിക്കാനൊക്കെ യോഗമുണ്ട്. അവനെ കൊണ്ട് വലിയ നേട്ടം വരാനും വരെ യോഗമുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ജാതകത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് നല്ല ആത്മബന്ധം. അല്ല, അത് അവള് തീരുമാനം എടുക്കുന്നില്ല. ആ സമയദോഷം 25 മാസത്തിന് ശേഷമാണ് ഇവളുടെ സമയം തെളിഞ്ഞത്. 2020 ഒരു വർഷത്തോളമായിട്ട് ഇവളുടെ അതിനുശേഷമാണല്ലോ ഇവക്ക് ജോലിയൊക്കെ ഇപ്പോൾ ഉള്ള ജോലിയൊക്കെ ശരിയായത്. അപ്പോൾ ഇനിയും കൂടുതൽ പുരോഗതിയിലേക്ക് വരുന്ന കാലഘട്ടമാണ് ഇനി ഉള്ളത്. അതുകൊണ്ട് യാതൊരു തരത്തിലുള്ള ഭയവും വേണ്ടതില്ലെന്ന് പറയൂ. എല്ലാം ഉയർച്ചയിലേക്കാണ് ഞാൻ കാണുന്നത്. അതായത് ഈ മേലോട്ട് പോകുന്നതായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. ഞാനങ്ങനെ എന്തെങ്കിലും കാണാതെ പ്രത്യേകിച്ച് ഞാൻ നിങ്ങളെ നാട്ടുകാരനും കൂടിയല്ല, ഇരുട്ടിക്കാരനാണ് ഞാൻ. നിങ്ങളെ പറ്റിക്കോ ഞാൻ? ഇല്ല. അപ്പോൾ ഞാനെന്തോ ഇവിടെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്ന വാക്കുകളെ വിശ്വസിക്കുക. അതേപോലെ തന്നെ നിങ്ങളുടെ മകളെ യൂട്യൂബിൽ കയറിയിട്ട് എൻ്റെ വാക്കുകൾ കേൾക്കാൻ പറയുക. ഇത് ഇന്ന് യൂട്യൂബിൽ കയറ്റും, അപ്പോൾ നാളെ കയറി കണ്ടു നോക്കാൻ പറയുക. എന്താണ്, ഒരു 10 മിനിറ്റ് നേരം മാറ്റി വെച്ചിട്ട് അതൊന്ന് കാണാൻ പറയുക. അപ്പോൾ അതിൽ എന്താണ് ഞാൻ പറഞ്ഞിരിക്കുന്നതെന്ന് അവൾക്കൊരു കോൺഫിഡൻസ് വരട്ടെ. അതിനുവേണ്ടിയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളത് തന്നെയാണ് പറഞ്ഞത്. നിശ്ചയമായിട്ടും നല്ല വിവാഹ ജീവിതം ലഭിക്കുകയും ഒപ്പം നല്ല രൂപത്തിലുള്ള ഒരു ജോലിയിൽ കുറേയും കൂടി ഉയർച്ചയുള്ളൊരു ജോലി കിട്ടുകയും സാമ്പത്തികമായ നല്ല സുസ്ഥിതി വന്നു ചേരുകയും ഒക്കെ ചെയ്യും. വരുന്ന ഒരു 5-10 കൊല്ലം ഇവളുടെ കാലമാണ്. അതിനെ ആർക്കും ഇല്ലാതാക്കാനാവില്ല. ദൈവനിശ്ചയമാണത്. അപാരമായ ഈശ്വരകാരുണ്യമുള്ള പെൺകുട്ടി കൂടിയാണ്. എല്ലാം നന്നായി വരും. ഓക്കെ. സ്കിന്ന് സംബന്ധമായ കാര്യങ്ങൾ അസുഖം വരുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറയണം കേട്ടോ. ഓക്കെ ശരി. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു തുഷ്ടി ഇല്ലാത്ത മനുഷ്യന് എന്നും അയാൾ ദുഃഖിതനായിരിക്കും. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആനന്ദം നമ്മൾ തന്നെ കണ്ടെത്തണം. സമൂഹത്തിൻ്റെ പൊതുവായ MD പറഞ്ഞ പോലെ, MD വാസ എന്നവരുടെ സുപ്രസിദ്ധമായ ഡയലോഗുണ്ട്. സമൂഹത്തിന് വേട്ടക്കാരൻ്റെ മനസ്സാണ്. ഇര വീഴുന്നത് വരെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. ഇര വീണ് കഴിഞ്ഞാൽ ആഘോഷമായി. അത് സമൂഹത്തിന് വേട്ടക്കാരൻ്റെ മനസ്സുണ്ട്. അതില്ലാതൊന്നും ആരും വിചാരിക്കണ്ട. അതൊക്കെ MDനെ പോലെയുള്ള ഒരു സാഹിത്യകാരൻ, നമ്മളെപ്പോലെയുള്ള ജീവിതാനുഭവങ്ങളല്ല അദ്ദേഹത്തിൻ്റേത്. അത്യപൂർവമായ വ്യക്തിത്വം തന്നെയാണ് MD. ഇനി OV വിജയൻ, അത്തരം നമ്മളെ മലയാളത്തിലുള്ള, പുറത്തേക്ക് പിന്നെ പോയാൽ നമുക്ക് എവിടെയും എത്താൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ദസ്തയേവ്സ്കിയുടെ മറ്റൊക്കെ അനുഭവ ഭൂമിക എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാതെയാണ്. ടോൾസ്റ്റോയുടെയും അത്തരം മഹാസാഹിത്യകാരന്മാരും. നമുക്കതൊക്കെ വിട്ടേക്കാം. നമുക്ക് നമ്മളെ നാട്ടിലേക്ക് വന്നാൽ പോലും ഇത്തരം സാഹിത്യകാരന്മാരുണ്ട്. അയാൾ പറഞ്ഞ ആ ഡയലോഗ് അപ്പോൾ വീണ് പോവും. അതിൻ്റെ ഇടയ്ക്ക് ആനന്ദം കണ്ടെത്തി നോക്കൊള്ളണം. ഇപ്പം നിങ്ങളോട് വർത്തമാനം പറഞ്ഞ് ചിരിച്ചിട്ട് ആനന്ദം കണ്ടെത്തുന്നു. അതൊരു ദുഷ്ടിയാണ്. ഇര വീഴും, പക്ഷെ വീഴുന്നവരെ പിന്നെ ആ തുഷ്ടി കണ്ടെത്തിക്കൊണ്ടേയിരിക്കും. അവിടെയാണ് മനുഷ്യൻ്റെ മിടുക്ക് കിടക്കുന്നത്. അവൻ
വിജയിച്ചവനും അങ്ങനെ കണ്ടെത്താൻ കഴിയാത്തവൻ തോറ്റവനുമാണ്. അത് മനസ്സിലാക്കുക. ഒരു കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഇത് പിണറായി. പിണറായി, പറയൂ, ഡേറ്റ് പറയൂ. 1998 മാസം ജനുവരി 8 ജനുവരി രാവിലെ. ജനുവരി 8 രാവിലെ എത്ര മണി? രാവിലെ 9:35. പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ? ഹലോ, വ്യക്തമാവുന്നില്ല, അതുകൊണ്ടാണ്. മകളാണോ? മകളാണ്. ശരി. കാർത്തിക നക്ഷത്രം. അതെ, കാർത്തിക. എന്താണ് അറിയേണ്ട വിഷയം, പറയൂ. കല്യാണത്തിന്റെ കല്യാണം. എന്തോ ഒരു എക്കോ അടിക്കുന്നു, എന്തോ ഒരു. അവിടുത്തെ വോളിയം ഒന്ന് കുറക്കോ നിങ്ങൾ? എന്തോ ഒരു. ശരി. കല്യാണ കാര്യം. 28 വയസ്സായി. കല്യാണം ഇപ്പം ശരിയായില്ല. ഇപ്പം അതിനുള്ള സമയമല്ലല്ലോ. ഇതിനു മുമ്പേ ഒരു സമയമുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ചൊരു വിഷമമുള്ള കാലഘട്ടം തന്നെയാണ്. എങ്കിലും പെൺകുട്ടികൾക്കിപ്പം എന്തായാലും കിട്ടാതിരിക്കില്ലല്ലോ, കല്യാണം നടക്കാതിരിക്കില്ലല്ലോ. ആണുങ്ങൾക്കാണല്ലോ പ്രശ്നം. അപ്പോൾ പക്ഷെ കുറച്ച് തടസ്സമുണ്ട്. ജാതകപ്രകാരം കുറച്ചൊരു കുഴപ്പമുണ്ട്. ഹലോ, ഞാൻ പറയുന്ന പുറത്തെല്ലാം പോകാൻ പറ്റും. അങ്ങനെയുള്ള ജാതകർക്ക് പുറത്തു പോകാനില്ല, അങ്ങനെയുള്ള താല്പര്യമുണ്ട്. എങ്ങനെ? പുറത്തെല്ലാം പോകാനുള്ള ഇതെല്ലാം ഉള്ള ജാതകം തന്നെ. പുറത്തു പോകുന്നതിന് താല്പര്യമുണ്ടെന്നോ? എന്തോ ഞാൻ നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതാണ് എൻ്റെ. പുറത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ അത്ര ഉറച്ച രൂപത്തിലൊന്നും കാണുന്നില്ല. ഒന്നാമത് നടക്കുന്ന രാഹുദശയുടെ കാലഘട്ടമാണ്. അപ്പോൾ പലപ്പോഴും ഇപ്പം നടക്കുന്ന ശനിയുടെ അപഹാരം 28 വരെ ഉണ്ട്. ആ കാലഘട്ടം അത്ര നല്ല ഒരു കാലഘട്ടമായിട്ട് പറയാൻ പറ്റില്ല. അതിനുശേഷം ചിലപ്പോൾ നിങ്ങൾ ഈ ചോദിച്ചതുപോലെ ഒരു മാറ്റം വന്നേക്കാം. അതായത് 2028 ശേഷം. ഇതിപ്പോൾ 25 ഹലോ, അത് കല്യാണ സംബന്ധമായിട്ട് തടസ്സങ്ങളുണ്ട്. അത് ഒരു വസ്തുതയാണ്. ജാതകത്തിൽ അതിനുള്ള ചില കുഴപ്പങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ നിർദ്ദേശം. അതങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് എന്നെ ബന്ധപ്പെടാം. ഓക്കെ. എങ്ങനെ? ഡോക്ടറാണല്ലേ? ഡോക്ടറാണെങ്കിലും ആരായാലും ഈ ജാതകത്തിലുള്ള ഫലങ്ങളല്ലേ നമ്മൾക്ക് പറയാൻ പറ്റൂ. വിവാഹ സംബന്ധമായ ജോലിയിലും വേണ്ടത്ര ഷൈൻ ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. ജോലി സംബന്ധമായി PG ഇപ്പം PG ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ചെയ്യട്ടെ. അതിനുശേഷം ഒരു മാറ്റം വരുമല്ലോ എന്തായാലും. PG ചെയ്ത് കഴിഞ്ഞാലാണല്ലോ ഡോക്ടറൊക്കെ ഇപ്പോഴത്തെ കാലത്ത് ഒരു അഡ്രസ്സ് പോലും ഉണ്ടാകുന്നത്. MBBSകാർക്ക് വലിയ അഡ്രസ്സൊന്നും ഇല്ലല്ലോ. അവരിങ്ങനെ വെറുതെ RMO ആയിട്ടൊക്കെ ഇങ്ങനെ കളിക്കുക എന്നല്ലാതെ ഒരു ഉയർന്ന പടിയിലേക്ക് പോകണമെങ്കിൽ PG കഴിയണമല്ലോ. അപ്പോൾ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ശേഷം മാറ്റം ഉണ്ടാകുമല്ലോ ഉറപ്പായിട്ടും. പക്ഷെ ഈ പിന്നെ കല്യാണ സംബന്ധമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ദോഷങ്ങളുള്ളത്. എനിക്ക് തോന്നുന്നു ഞാനും നിങ്ങളും തമ്മിൽ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അന്നും ഞാനിത് സൂചിപ്പിച്ചിരുന്നു. ഇപ്പം ഡോക്ടറാണെന്ന് പറയുമ്പോൾ എനിക്കത് ഓർമ്മ വരുന്നു നിങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ അല്ലേ? അപ്പോൾ അതുകൊണ്ട്
നിങ്ങൾ അന്നും ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചിട്ട് എന്താ വേണ്ടത് വെച്ചാൽ ചെയ്യൂ. ഓക്കെ, ഓക്കെ ഞാൻ പറഞ്ഞാൽ പിന്നെ അതിന് അപ്പീലില്ലല്ലോ. ഓക്കെ ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് പിന്നെ ഇത് ഒരു ജ്യോതിഷം നോക്കുമ്പോൾ നമുക്ക് ഇതിന് പെട്ടെന്ന് അവർ ഡോക്ടർ എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ കിട്ടിയത്. അവർ ഇതിനു മുമ്പ് ഇത് നോക്കിയിരുന്നു. അന്നും ഞാൻ പറഞ്ഞിരുന്നു ഇങ്ങനെ ഇത് പ്രശ്നമുണ്ട്, തടസ്സമുണ്ട്. അതിന് തയ്യാറായില്ല. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും വിളിക്കുന്നു. എനിക്ക് അന്നും ഇന്നും ഒരേ നിലപാട് തന്നെ. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ എന്നെ വിശ്വസിക്കുന്നത്. അന്ന് ഞാൻ പറഞ്ഞ വാക്ക് ഇപ്പോൾ മാറ്റി പറഞ്ഞാലോ അവർക്ക് എന്നോടുള്ള ബഹുമാനം പോയില്ലേ? ഇയാൾ അന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞ്. അവിടെയാണ് സത്യസന്ധമായിട്ട് മാത്രമേ ഒരു കർമ്മം ചെയ്യാൻ പാടുള്ളൂ. ഈ ഓരോ അവസരത്തിലും മാറ്റി മാറ്റി അവസരവാദി എന്ന് പറയും അത്തരം വ്യക്തികളെ. അവരിങ്ങനെ മാറ്റി മാറ്റി പറയും. ഇരുമ്പൊലക്ക പോലെ ആയിരിക്കണം വർത്തമാനം എന്ന് പറഞ്ഞാലുണ്ടല്ലോ. കത്തി ഇങ്ങനെ നമ്മളെ കണ്ണൂർ ഭാഷയിൽ കത്തിയാളും കൊത്തിയ പോലെ എന്നുള്ളൊരു വർത്തമാനം അങ്ങനെ പറയണം. ഈ ജ്യോതിഷികളൊക്കെ പലരും അങ്ങനെയല്ല, അവരുടെ സാഹചര്യം നോക്കിയിട്ട് പറയുന്ന ജ്യോതിഷികളുമുണ്ട്. എല്ലാം വയറ്റിപ്പഴപ്പിൻ്റെ കാര്യം വരുമ്പോൾ പിന്നെ പണ്ടാര് പറഞ്ഞ പോലെ അത് ഉടായ്പായി മാറും. വയറ്റിപ്പഴപ്പ് എങ്ങനെയെങ്കിലും ദേവി തീർത്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ ഉടായ്പൊന്നും ആവശ്യമില്ലല്ലോ. വയറ്റിപ്പഴപ്പുള്ള കാലത്ത് ഞാനും കുറച്ച് ഉടായ്പൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം അങ്ങനെയാണല്ലോ. പക്ഷെ അത് മാറിക്കഴിഞ്ഞാലെങ്കിലും മനുഷ്യനൊന്ന് മോഹൻലാൽ ചോദിച്ച പോലെ എന്താണോ നന്നാവാത്തതെന്ന് ചോദിച്ച പോലെ ആയിപ്പോവുമല്ലോ. എല്ലാത്തിനും ദാരിദ്ര്യം വരുമ്പം സത്യവും നീതിയൊക്കെ എവിടെയോ പോയി ഒളിക്കും. സ്നേഹവും ഉണ്ടാവില്ല. എവിടെ ദാരിദ്ര്യം ജനലിലൂടെ കടന്നു വരുന്നോ അവിടെ സ്നേഹം വാതിലിലൂടെ ഇറങ്ങിപ്പോകുമെന്നാണ്. അതിന് വലിയ അർത്ഥമുണ്ട് ആ വാക്കിന്. അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ ആദ്യം പണം ഉണ്ടാക്കാൻ നോക്കുന്നത്. പണം വലിയ മുഖ്യമായൊരു സംഗതി തന്നെയാണ്. അത് ഒരു സെറ്റപ്പായിട്ട് വന്നില്ലെങ്കിൽ എന്തുണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല. അത് ഉണ്ടാക്കാൻ പഠിക്കാത്തവൻ വിഡ്ഢി തന്നെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരാൾ ദരിദ്രനായി ജനിക്കുന്ന അയാളുടെ കുറ്റമല്ല, പക്ഷേ ദരിദ്രനായി മരിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ കുറ്റം തന്നെയാണ്. പല വഴികളും അന്വേഷിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു വഴി തെളിഞ്ഞ് കിട്ടുമല്ലോ. പണക്കാരനൊന്നും വേണ്ട, കുറച്ചൊരു മെച്ചം വേണ്ടേ. ഒരു കോളുണ്ട്. ഹലോ. അതൊന്നും വേണ്ട, പേരൊന്നും വേണ്ട. ഡേറ്റ് പറയൂ, എവിടുന്നാണ് വിളിക്കുന്നത് പറയൂ. കൂത്തുപറമ്പ്. ആ പേരല്ല, ഇതുള്ള സ്വകാര്യമല്ലേ, പേരൊക്കെ പറഞ്ഞാൽ ആകെ കുഴപ്പമാവില്ലേ. പറയൂ, ഡേറ്റ് പറയൂ. 1993 ആഗസ്റ്റ് 23. സമയം പറയൂ. 5 മണി സമയം. കാലത്ത് 5 മണി. അതെ. ചോതി നക്ഷത്രം. എന്താണ് അറിയേണ്ട വിഷയം? ജോലിന്റെ ഒക്കെ കാര്യങ്ങളാണ്. ഇപ്പം ജോലി ചെയ്യുന്നില്ലേ? ഇപ്പൊ ചെയ്യുന്നുണ്ട്. എന്ത് ജോലിയാണ് ചെയ്യുന്നത്? താൽക്കാലികമായിട്ടാണ് ചെയ്യുന്നത്. ആയിക്കോട്ടെ, താൽക്കാലികമായിട്ടൊരു ജോലി ചെയ്യുന്നുണ്ട്. അതിൽ ഇനി നല്ല കൂടുതൽ മെച്ചത്തിലേക്ക് വരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഇപ്പം PSC മറ്റോ നോക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട്. അതിൽ തന്നെ മുറുകെ പിടിക്കുക, അത് നടക്കും. ഒരു എന്താണ് നടക്കൂല എന്നങ്ങോട്ട് തോന്നുന്നുണ്ടോ? എന്നാ ഞാൻ പറയുന്നത് ശരിയാവും. ഭാഗ്യവതിയാണ്. എപ്പോഴാണ് ഭാഗ്യം തെളിയാന്ന് പറയാൻ പറ്റുക? ടക്കെന്നായിരിക്കും അത് സംഭവിക്കുക. എനിക്കിതുവരെ അത് തോന്നിയിട്ടില്ല. അല്ലല്ല, എനിക്ക് അത് നമ്മൾ പറയുന്നത് വേറെ എന്തോ കാണാതെ ഞാൻ അങ്ങനെ വാക്ക് പറയുമോ?
ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ. ആ ഇവിടുന്ന് ഞാൻ എൻ്റെ ഒരു വാക്ക് പ്രകാരം കുറച്ച് വൈകിയാലും ആ ഭാഗ്യം തെളിയുക തന്നെ ചെയ്യും. അതിന് യാതൊരു തരത്തിലുള്ള സംശയവും വേണ്ട. വീടിന്റെ ഒക്കെയോ? വീട് വീടൊന്നും ആയിട്ടില്ല. അതൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ അങ്ങോട്ട് ആവില്ലേ. അയാൾ കുറച്ച് നിറം കുറവാന്നല്ലേ ഉള്ളൂ. ആള് നല്ല മനുഷ്യനല്ലേ ആര്? അയാള്. നിറം നല്ല ഉണ്ടല്ലോ. നല്ല നിറമുള്ള മനുഷ്യനാണല്ലോ. അല്ല, അയാള് കുറച്ച് നിറം കുറച്ച മനുഷ്യനാണെന്നല്ലേ ഉള്ളൂ. നല്ല മനുഷ്യനാണെന്നാണല്ലോ ഞാൻ പറഞ്ഞത്. ഓ അങ്ങനെ. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ എന്നോടാണോ കളിക്കുന്നത്? അതല്ലേ ഞാൻ പറഞ്ഞത്. അയാൾ നല്ല മനുഷ്യനാണ്. അയാളെ കൊണ്ട് ആവുന്ന രൂപത്തിൽ അയാൾ ഉത്സാഹിച്ചിട്ട് കാര്യങ്ങൾ നോക്കും, മുമ്പോട്ട് വരും. പിന്നെ നമ്മളെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു ചെറിയ ജോലി ചെയ്യുന്നുണ്ട്. ആ ജോലിയിൽ പുരോഗതി ഉണ്ടാവും. സമാധാനപ്പെട്ടിരിക്കൂ. കുറച്ചുകൂടി കഴിയുമ്പോൾ എൻ്റെ വാക്കുകളൊക്കെ സത്യമാണെന്ന് മനസ്സിലാവും. ഓക്കെ, ദേവി രക്ഷിക്കട്ടെ. നന്നായി വരും. ഓക്കെ. ഞാൻ പറഞ്ഞതിലെല്ലാം അടങ്ങിയില്ലേ കുഞ്ഞെ? ഞാൻ പറഞ്ഞത് വിശ്വസിക്കൂ. മനസ്സിലായി. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം. വലിയ വൈകില്ല. എന്തായാലും 38 വയസ്സിലടക്ക് കിട്ടണ്ടേ? അപ്പോൾ ഞാനും കുറച്ചൊരു തലയിൽ ആള് താമസമുള്ള ഒരു മനുഷ്യനല്ലേ. ഇതിന്റെ കണക്കൊക്കെ എനിക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയിൽ കിട്ടുമെന്ന് തന്നെ ഞാൻ പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അതിനുവേണ്ടി കഠിനാധ്വാനം, എഫേർട്ട് എടുക്കണം. അതില്ലെങ്കിൽ ആർക്കും ഒന്നും നേടാൻ കഴിയില്ലല്ലോ, അറിയാലോ. ഓക്കെ ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞത് തുഷ്ടി ഉണ്ടാവുക എന്നുള്ള ഇത്തരം വർത്തമാനങ്ങൾ പറയുമ്പോൾ എനിക്കും നല്ല തുഷ്ടി തന്നെ. കാരണം നല്ലത് പറയാൻ പൊതുവെ പോസിറ്റീവായൊരു വ്യക്തിക്ക് നല്ലത് പറയുന്നത് തന്നെയാണ് ഇഷ്ടം. പക്ഷെ ചിലപ്പോൾ അത് പറയാൻ സാധിക്കാതെ ഘടകങ്ങൾ വന്നു ചേരും. അപ്പോൾ പിന്നെ അത് പറയാൻ പറ്റില്ലല്ലോ. അത് പിന്നെ കള്ളമായില്ലേ. കള്ളം പറയുമ്പോൾ എന്ന് വെച്ചാൽ മുഖം വികൃതമാവുക, ദൈവാനുഗ്രഹം നഷ്ടപ്പെട്ടു പോവുക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നുണയന്മാർക്ക് ഒരു പരിധിയിലപ്പുറം പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നുണ കൊണ്ട് കോട്ട കെട്ടി 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 ഇങ്ങനെ പോകും ചില ആൾക്കാർ. ആ നുണക്കൊന്നും ഒരുപാട് ആയുസ്സുണ്ടാവില്ല, കോട്ട പൊളിയും. കാരണം സത്യത്തിന് മാത്രമേ ശാശ്വതമായ നിലനിൽപ്പുള്ളൂ. സത്യം മാത്രമേ ജയിക്കുകയുമുള്ളൂ. അതാണ് അതിൻ്റെ ഇന്ന് വരെയുള്ള ലോകത്തെ നന്നായി വീക്ഷിച്ച ഒരു മനുഷ്യൻ എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറയുന്നത്. അത് ആ നിരീക്ഷണ പാഠവും ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു മേഖലയിലൊക്കെ മറ്റാരും പോകാത്തൊരു വഴിയിലൂടെ സ്വന്തമായിട്ടൊരു പാത വെട്ടിത്തെളിച്ച് പോകാൻ സാധിച്ചതും അതിൽ മുന്നേറാൻ കഴിഞ്ഞതും. അതാണ് ആ ഒരു സ്വന്തമായിട്ടൊരു പാത വെട്ടിയിട്ട് വളരെ പറഞ്ഞ പോലെ തനിയെ വഴിവെട്ടി വന്നവനാടാന്ന് പറയുന്നില്ലേ, അതെന്നെ പോലെയുള്ള ആൾക്കാരെ കൊണ്ടാണ്. വേറെ ഇതിന് മറ്റാരും ഇല്ലല്ലോ ഈ റൂട്ടിൽ സഞ്ചരിച്ചവർ. എനിക്ക് മുൻഗാമികളായിട്ട് ആരുമില്ലല്ലോ. പിൻഗാമികൾ വരുമോയെന്ന് എനിക്ക് അറിയുവുമില്ല. കാരണം ഇതങ്ങനെ എളുപ്പമല്ല ലൈവ് നടത്തുക എന്നുള്ളത്. സ്വന്തമായിട്ട് വഴിവെട്ടി വന്നു, അത്ര തന്നെ. അങ്ങനെ കൂട്ടിയാൽ മതി, അങ്ങനെ കണ്ടാൽ മതി. പിണറായി പറഞ്ഞ പോലെ അതങ്ങനെ കണ്ടാൽ മതി. ഒരു കോളുണ്ട്. ഹലോ ഹലോ, എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ മൊറാഴ. ഭയങ്കര സ്ഥലല്ലേ. അപ്പോൾ
എന്താ പറയുമ്പോൾ ഞാൻ മൊറാഴാന്ന് പറയുമ്പോൾ എന്താ ഒരു ചങ്കുറപ്പ്. ആ പറ, ഡേറ്റ് പറ, മൊറാഴക്കാരി പറഞ്ഞോളൂ, ഡേറ്റ് പറഞ്ഞോളൂ. 27/3/1984. 1984. ഓക്കെ, സമയം പറയൂ. 10:37 രാവിലെ. തിരുവോണം. അതെ, തിരുവോണം. പോരാതെ ഏകാദശിയും കൂടിയാണ്. ഒന്ന് കേട്ടോ, അതറിയില്ല. തിരുവോണാന്നേ അറിയുള്ളൂ, ഏകാദശിക്കാന്നുള്ളത് അറിയില്ല അല്ലേ? ആ, അത് ഇന്ന് അറിഞ്ഞില്ലേ? ഓരോന്ന് അറിയാനും ഒരു സമയം വേണമല്ലോ. 41 വയസ്സായപ്പോഴാണ് അറിയുന്നത് ഞാൻ തിരുവോണ നക്ഷത്രത്തിൽ മാത്രമല്ല ഏകാദശിയും കൂടി ആയ ദിവസമാണ് ഞാൻ ജനിച്ചതെന്ന്. അതിന്റെ സൗഭാഗ്യമാണ് ഈ അനുഭവിക്കുന്ന മുഴുവൻ. അപ്പോ ഇപ്പൊ അതിന്റെ കാര്യങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇനി ഞാൻ എന്തിനാ വാക്ക് പറയുന്നത്? അതിനൊരു മാറ്റമില്ല. ആ ഏകാദശിയും തിരുവോണം ജനിച്ചാൽ സൗഭാഗ്യം തന്നെയാണ്. ഏകാദശിയും തിരുവോണവും കൂടി ഒന്നിച്ച് വന്നാൽ സൗഭാഗ്യം തന്നെയാണ്. സൗഭാഗ്യമൊന്നുമില്ല. എല്ലാം കൂടി കട്ട മാറ്റി പറയാണോ? എന്താണ് സൗഭാഗ്യത്തിന് കുറവെന്ന് പറയൂ. ഭർത്താവിനെ കൊണ്ട് എന്താണ്? ഒരു പരുക്കനാന്നല്ലേ ഉള്ളൂ, കാര്യങ്ങൾ നടത്തുന്നില്ലേ? കാര്യങ്ങള് ഞാൻ തന്നെ നടത്തുന്നു. അയാളൊന്നും നടത്തുന്നില്ലേ? ഇല്ല ഇല്ല. വെള്ളത്തിലായി പോയോ? വെള്ളത്തിലൊന്നല്ല. പിന്നെന്താണ്? അയാള് പിന്നെ ഒരു പരുക്കൻ സ്വഭാവം ഉണ്ടെന്നല്ലേ ഉള്ളൂ. പരുക്കൻ സ്വഭാവം തന്നെ, പക്ഷേ ഞാൻ ജോലി ചെയ്തിട്ടാന്നെല്ലാം നടത്തുന്നു. ശരി, നമ്മളെ ജോലി ചെയ്ത് നമ്മൾ ജീവിക്കുന്നു. പക്ഷെ അങ്ങനെ തന്നെയാണെങ്കിലും നമ്മൾ നല്ല സന്തോഷത്തിലല്ലേ ജീവിക്കുന്നത്? സന്തോഷത്തിൽ തന്നെ. പിന്നെന്താണ്? ആ ജോലിയിൽ എന്തെങ്കിലും ഒന്നും വരില്ല. ലഗ്നാധിപൻ 10 ശുക്രൻ പോയിട്ട് നിൽക്കുകയല്ലേ. അല്ല, ഞാൻ പറഞ്ഞതൊന്നും തെറ്റൊന്നുമില്ല. തിരുവോണത്തിനും ഏകാദശിക്കും ജനിച്ചവൾ എന്ത് ദോഷം വരാനാ അവൾക്ക്? പിന്നെ സംശയം എന്താണ് അതിൽ? ഇപ്പോൾ ഭർത്താവ് പിന്നെ ഈ ദാമ്പത്യ ജീവിതം 7ാം ഭാവത്തിൽ ചൊവ്വ 7ാം ഭാവാധിപനാണെങ്കിലും കേതുവുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കാര്യം ഞാൻ സമ്മതിക്കുന്നു. ഒരു നമ്മളോട് വേണ്ടത്ര സഹകരണമില്ലാത്ത ഒരു പങ്കാളിയാണ് കിട്ടിയിരിക്കുന്നത്. അതൊന്നും ഇനിയിപ്പം അതിപ്പോൾ അയാൾ 48 വയസ്സ് 50 വയസ്സ് അടുക്കുത്താനായി അയാളൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. അതിനി അങ്ങനെ തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയിൽ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ കാണുന്നത്. അപ്പോൾ സൗഭാഗ്യം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞതിന് ഒരു വ്യത്യാസവുമില്ല. സൗഭാഗ്യവതി തന്നെ. ഓക്കെ, ഞാൻ വിചാരിച്ചു എന്റെ വാക്ക് പിഴച്ചോന്ന്. പറയൂ. ഇല്ല ഇല്ല, അങ്ങനെയല്ല. പിന്നെ വണ്ടി ഓടിക്കുന്ന പുതിയ വണ്ടി മേടിച്ചാൽ നല്ലതാകും. ഓ, ധാരാളമായിട്ട് വാങ്ങാം. അതെയാ? പിന്നെ എന്താണ്, പുതിയ വണ്ടി വാങ്ങാൻ പോകുന്നു, ഒന്നിനും കുറവില്ല. ഞാൻ പറഞ്ഞതിന് വെറുതെ എന്നോട് ഇപ്പൊ സോറി പറയണം, അല്ലെങ്കിൽ ഞാൻ വിടില്ല. എന്നോട് ഞാൻ സൗഭാഗ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞതിന് സോറി പറയണം ഇപ്പൊ. പറ്റില്ല, സോറി പറയണം. ശരി, ഓക്കെ, പോയിക്കോ. അങ്ങനെ വിടൂലേ? ഞാൻ കുറെ കാലമായി ഈ സീറ്റിൽ ഇരിക്കുന്നു. പിന്നെ എന്നെ മാനം കെടുത്തുണ്ടല്ലോ. എല്ലാവർക്കും ഭർത്താവിനെ കൊണ്ട് കിട്ടില്ല. എല്ലാവർക്കും കിട്ടില്ല. അത് വെറും തെറ്റിദ്ധാരണയാണ്. എങ്ങനെയായാലും നമുക്ക് നമ്മളെ ജീവിതം മുമ്പോട്ട് പോയാൽ മതി.
അതൊരു നിങ്ങൾ ഒരു ചുറ്റിലുള്ള ഒരു 10 സ്ത്രീകളോട് ചോദിച്ചാൽ 2 or 3 സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇപ്പം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അത് എൻ്റെ വാക്കൊന്നും പഴിച്ചിട്ടില്ല. സൗഭാഗ്യത്തിന് ഒരു കുറവുമില്ല. ഇതേപോലെ തന്നെ മുമ്പോട്ട് പോകും. ഓക്കെ, അതൊക്കെ നന്നായി വരും, എല്ലാം നന്നായി വരും. ഓക്കെ, ദേവി രക്ഷിക്കട്ടെ, നന്നായി വരും. ഓക്കെ ഓക്കെ. അപ്പോൾ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ തുഷ്ടിയുടെ പിന്നെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ആ തുഷ്ടരൂപത്തിൽ നമ്മളിൽ സ്ഥിതി ചെയ്യുന്നത് ദേവിയാണെന്നാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിലെല്ലാവരിലും ദേവി തുഷ്ടരൂപത്തിൽ സ്ഥിതി ചെയ്യട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ കാണുകയും കേൾക്കുകയും ചെയ്ത് നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ടും, ഒപ്പം ജാതക പരിശോധന നടത്തേണ്ടവർക്ക് ബുക്ക് ചെയ്തുകൊണ്ട് സമയം ബുക്ക് ചെയ്തുകൊണ്ട് എന്നെ വന്ന് കാണാം. അതേപോലെ ഓൺലൈനിൽ അറിയേണ്ടവർക്ക് ഡേറ്റും ടൈമും അയച്ചുകൊണ്ട് അങ്ങനെയും അറിയാം. ഒക്കെ നിങ്ങളുടെ ചോയ്സാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.